നമസ്കാരം. പിണറായി വിജയന് ഇരട്ടച്ചങ്കാണ്, അതുകൊണ്ട് പ്രതിപക്ഷത്തെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെയാണ് ഇതുവരെ നാട്ടുകാർ പലരും കരുതിയിരുന്നത്. ഇടതു സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം സമരകാരണമാക്കാവുന്ന പല പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴും അതിനൊന്നും കഴിയാത്ത ചെന്നിത്തലയെയും UDF-നെയും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് ശേഷം ചെന്നിത്തലയും കൂട്ടുകാരും കാര്യമായ പരിശീലനം തന്നെ നേടിയിട്ടുണ്ട്. സ്വാശ്രയ പ്രവേശനത്തിൽ ചരിത്രത്തിലില്ലാത്തത്രയും ഫീസ് കൂട്ടിക്കൊണ്ടുള്ള നടപടിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെ നിരാഹാര സമരമാണ് എല്ലാത്തിനും കാരണമായത്. UDF അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. സഭയിലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടുത്തളവും കടന്ന് പിണറായി വിജയന്റെ മൂക്കിൻ തുമ്പത്ത് വരെ എത്തിയ സമരം. അപ്പോൾ സമര പരിപാടികളിലേക്ക് കടക്കാം. ആദ്യം ഇന്നത്തെ പ്രധാന കുത്തിത്തിരിപ്പുകൾ. യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ വേണ്ടി വന്നാൽ പട്ടാളത്തെ തന്നെ വിളിച്ചു വരുത്തുമെന്ന് മുഖ്യമന്ത്രി. കസേരയ്ക്ക് ചുറ്റും സഖാക്കളെ നിർത്തി താൻ സ്വയം സംരക്ഷിക്കും. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. നീതിയും നിയമവും നടപ്പിലാക്കാനാണ് പോലീസ്, അല്ലാതെ മൃഗങ്ങളെ പോലെ കണ്ട തോന്നിയാസം കാണിക്കാനല്ല. ഈ നാളം കെട്ട് പ്രവൃത്തി ചെയ്യാൻ താനാരാ? താൻ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. നാളെ നിങ്ങൾ അധികാര കസേരയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് എന്താണ് ഉറപ്പ്? നിർത്തണോ? ഞാൻ വ്യക്തമായി ധരിക്കുന്നത് ഇതേതോ ചാനലുകാര് വാടകയ്ക്കെടുത്തവരാണ്. എന്റെ നിലനിൽപ്പിന് വേണ്ടി വേറെ എന്താ ഞാൻ ചെയ്യേണ്ടത്? ചെയ്ത് തെറ്റായിപ്പോയി, പക്ഷെ ഞാനൊരു മനുഷ്യനല്ലടൂ. സ്വാശ്രയ പ്രശ്നം പറഞ്ഞ് ഇനിയും സമരം നയിച്ചാൽ വിവരമറിയുമെന്ന് മുന്നറിയിപ്പ്. സഭയിൽ വാടാ പോടാ വിളികൾ. ആരെക്കാളും കേമൻ താൻ തന്നെ എന്ന് തെളിയിച്ച് മുഖ്യമന്ത്രി. പോയി അവിടെ ഇരിക്കടോ എന്നത് പിണറായി വിജയന്റെ ഇന്നത്തെ മാസ്റ്റർ പീസ്. ഒരു പിൻവലിയൊക്കെ നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ലടോ. പോയിട്ട് വേറെ പണി നോക്കി. നീ നുള്ളിയത് ചെവിയാടാ. ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ഇരിക്കട്ടൊരു വെയിറ്റിന്. ഞങ്ങൾ ആരാണെന്ന് ഒറ്റടത്തിനും അറിയില്ല. കട്ടക്കട്ടക്കണ്ടേ ഇറങ്ങി പാടാ. വേറെ ആള് വരണം. പ്രതിപക്ഷ നേതാവ് താൻ തന്നെ എന്ന് രമേശ് ചെന്നിത്തല. പിണറായിക്കെതിരെ പോരാടി പോരാടി അത് തെളിയിക്കും. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയവൻ? വിളിക്കാലോ. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. നീ പകപോക്കുകയാണല്ലേടാ? പകയല്ല, അറപ്പാണ് എനിക്ക് എന്റെ ജീവിതം. സർ, മുഖ്യമന്ത്രി ഇത്ര തരം താഴാൻ പാടില്ല. ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. ചെന്നിത്തലയെ തോൽപ്പിക്കാൻ VM സുധീരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുട്ടികളെ സംരക്ഷിക്കാൻ സുധീരന്റെ പോരാട്ടം. സുദിനം സുദിനം പ്രതികാരത്തിൻ സുദിനം വന്നു. തയ്യാർ തയ്യാർ തയ്യാർ. സ്വന്തം ബന്ധമെന്നൊക്കെ പറയുന്നതിന് നോമ്പ് കരത്തിൽ പൊങ്ങും. കണ്ടു നിൽക്കാനാവില്ല. എന്റെ എനിക്ക് നിയമസഭയിലെ UDF പ്രകടനത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. എന്തു ചെയ്താലും ഇവർക്കൊന്നും ചോദിക്കാൻ കഴിയില്ല എന്ന വിചാരം കൊണ്ടോ എന്തോ മുഖ്യമന്ത്രി കൂടെയുള്ള ധൈര്യത്തിൽ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ സ്വാശ്രയ പ്രവേശനത്തിൽ രണ്ടും കൽപ്പിച്ചുള്ള ഫീസ് വർധനയാണ് വരുത്തിയത്. സ്വാശ്രയ കൊള്ളയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസുകാരുടെ നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക് കടക്കുകയും ചെയ്തു. സമരത്തെ അടിച്ചമർത്തുന്ന പോലീസ് നടപടിക്കെതിരെ നിയമസഭയിൽ ചെന്നിത്തലയും കൂട്ടരും യുദ്ധം തന്നെ നയിച്ചു. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് കരുതി ഇരട്ടച്ചങ്കുമായി കയറി വന്ന പിണറായി വിജയൻ കണ്ടതോ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം, അതും ഷാഫി പറമ്പിൽ വക. വർഷം കൊണ്ട് 45,000 രൂപയാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ 100 ദിവസം കൊണ്ട് 65,000 രൂപ വർദ്ധിപ്പിച്ചതിനെതിരെ സമരം നടത്തുമ്പോൾ സാർ, അതെങ്ങനെയാണ് തെറ്റായിട്ട് മാറാൻ പോകുന്നത്? നിങ്ങളും സമരം നടത്തിയതല്ലേ? നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാവുന്നതാണോ? ഈ ഫീസ് വർധനവ് ശരിയാണോ സാർ? ഈ ഫീസ് വർധനവ് തെറ്റാണോ? അത് നിങ്ങൾക്ക് പറയാനുള്ള ബാധ്യതയല്ലേ സാർ? നിങ്ങൾ പ്രതീക്ഷിച്ചോ? നിങ്ങളുടെ ഗവൺമെന്റ്
ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോ കേരളത്തിലെ മറ്റൊരു സർക്കാരും ഉണ്ടാക്കാത്ത ഫീസ് വർധനവ് ഈ സ്വാശ്രയ രംഗത്തുണ്ടാകുമെന്ന് സർ നിങ്ങൾ പ്രതീക്ഷിച്ചോ? സ്വാശ്രയ കൊള്ളയ്ക്കെതിരായ സമരമാണ് നടക്കുന്നത്. പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാണ് ചെന്നിത്തലയുടെ വാദം. എത്രയോ സമരം പിണറായിയും കൂട്ടരും നടത്തി. എന്നിട്ട് എന്താണ് നമ്മുടെ സമരത്തോട് മാത്രം ഈ പക എന്ന് ചെന്നിത്തല ചോദിക്കുന്നു. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. നീതിയും നിയമവും നടപ്പിലാക്കാനാണ് പോലീസ്, അല്ലാതെ മൃഗങ്ങളെ പോലെ കണ്ട തോന്നിയാസം കാണിക്കാനല്ല. ഈ നാണം കെട്ട് പ്രവൃത്തി ചെയ്യാൻ താനാരാ? താൻ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. നാളെ നിങ്ങൾ അധികാരക്കസേരയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? നിർത്തണോ? കഴിഞ്ഞ 25 വർഷമായിട്ട് എന്നെ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് പുകച്ച് പുറത്തിയടിക്കാൻ പല ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നാളത്തെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, അല്ലേ? തരാം. യു ആർ എ ക്രിമിനൽ അണ്ടർ IPC 366. യു അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ? പിരിഞ്ഞുപോയവരാണ് പോലീസിന് നേരെ കല്ലേറ് നടത്തുന്നത്. പ്രവർത്തകരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. അതിലെ ചിലർക്ക് നിലത്ത് വീണ് 5 പേർക്ക് നിസ്സാരമായ പരിക്കേറ്റിട്ടുണ്ട്. താൻ എന്റെ സ്ഥിതി എന്താ മനസ്സിലാക്കാത്തത്? ഞാൻ നിരപരാധിയാണ്. എന്റെ നിലനിൽപ്പിന് വേണ്ടി വേറെ എന്താ ഞാൻ ചെയ്യേണ്ടത്? ചെയ്തത് തെറ്റായി പോയി. പക്ഷെ ഞാനൊരു മനുഷ്യനല്ലടൂ. അയ്യോ പാവം മുഖ്യമന്ത്രി. അല്ലെങ്കിലും പോലീസ് ഇത്രമാത്രം സംയമനം കാണിച്ചിട്ട് സമരക്കാർ അച്ചടക്കം പാലിക്കണ്ടേ? അതുമാത്രമല്ല, എന്തൊക്കെയാണ് ഈ കോൺഗ്രസുകാർ കാട്ടിക്കൂട്ടുന്നത്? മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കരിങ്കൊടി കാണിക്കുക, കാറിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുക, നിയമസഭ തടസ്സപ്പെടുത്തുക, ഉമ്മൻചാണ്ടിക്കും മന്ത്രിമാർക്കുമെതിരെ കരിങ്കൊടി കാണിച്ചു എന്നതൊക്കെ പഴങ്കഥ. ഇതൊക്കെ കഴിഞ്ഞ 5 കൊല്ലം ഇടതുപക്ഷം ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കോൺഗ്രസുകാർ കാണിക്കാമോ? ഒരു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാമോ? മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് അങ്ങ് പരാമർശിക്കുകയുണ്ടായല്ലോ. അതെനിക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത്. കാരണം യൂത്ത് കോൺഗ്രസ് വളരെ മോശമൊന്നുമല്ലാത്തൊരു സംഘടനയാണല്ലോ. ഞാൻ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ നിന്ന് കന്റോൺമെൻറ്റ് ഗേറ്റ് വഴി ഉച്ചക്ക് പോകുമ്പോൾ കുറച്ചപ്പുറം എത്തിയപ്പോൾ 2-3 ക്യാമറക്കാർ ഇങ്ങനെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഇതെന്താ ഇവരിങ്ങനെ ഓടുന്നത്? അപ്പോൾ അവരിങ്ങനെ നോക്കുകയാണ് ഞാൻ. അപ്പോഴാണ് ഇങ്ങേ ഭാഗത്ത് 2 ചെറുപ്പക്കാർ ആ സൈഡിൽ നിന്ന് ഓടി വരികയാണ്. റോഡിൻ്റെ വലതു ഭാഗത്ത്, ഈ ക്യാമറക്കാർ ഇടതു ഭാഗത്താണ്. അപ്പോൾ 2 പേര് ഓടി വന്ന് അവരുടെ കയ്യിൽ കൊടിയുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണെന്ന് അവകാശപ്പെടാതിരിക്കലാ നല്ലത്. കാരണം അത്രമാത്രം പരിഹാസ്യമായ അവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് എത്തിയിട്ടില്ല. അത്രമാത്രം പരിഹാസ്യമായ അത്രമാത്രം ഞാൻ പറയേണ്ടത് ഞാൻ പറയൂ. അല്ല, നിങ്ങളെന്തിനാ അതിന് ക്ഷോഭിക്കുന്നത്? ഞാൻ നിങ്ങളെ പറ്റി മോശമൊന്നും പറഞ്ഞില്ലല്ലോ. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് അത്രമാത്രം മോശമായൊരു സംഘടനയാണെന്ന് എനിക്ക് ധാരണയില്ല എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ വ്യക്തമായി ധരിക്കുന്നത് ഇതേതോ ചാനലുകാര് വാടകയ്ക്കെടുത്തവരാണ്. ആ ചാനൽ അതിനൊന്നും ചൂടായിട്ട് കാര്യമില്ല. അതിനൊന്നും സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി ചാനലുകൾക്ക് വേണ്ടി ഏതോ ചാനലുകാര് കാണിച്ച കാര്യമാണിത്. ഏതോ ചാനലുകാർക്ക് വേണ്ടി നിശബ്ദരായിരിക്കായിരുന്നു. അത് യൂത്ത് കോൺഗ്രസ് ആണെന്ന് കാണണ്ട. അവരുടെ ബഹളത്തിനിടെ പണ്ട് ശിവൻകുട്ടിയൊക്കെ പറയുന്ന വാക്കുകൾ ഭരണപക്ഷത്ത് നിന്ന് കേട്ട് ആളുകൾ അന്തിച്ചുപോയി. അത് പറയുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. ഒന്ന് പോടോ, അവിടെ പോയി ഇരിക്കടോ, പിൻവലിക്കാൻ വേറെ ആളെ നോക്കടോ തുടങ്ങിയ വാക്കുകൾ കേട്ട് കേൾക്കുന്നവർ അന്തം വിട്ടു പോകരുത്. അതെല്ലാം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പിണറായി വിജയനോട് ഒരു കാര്യം പിൻവലിക്കാൻ പറയുമോ? ഈ പ്രതിപക്ഷം ഇത് എന്ത് കണ്ടിട്ടാണ്? ഒരു പിൻവലിക്കലും നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. പോയിട്ട് വേറെ പണി നോക്കില്ല. കേട്ടോ, അനാവശ്യമായ കാര്യങ്ങൾ കാണിച്ചിട്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ആള് വരണം. സ്വാതന്ത്ര്യപ്പോരിലിറങ്ങും യോദ്ധാക്കളെ മർദ്ദിക്കാനായി
ഒരു പിൻവലിക്കലും നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. പോയിട്ട് വേറെ പണി നോക്കില്ല. പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. മറുപടി നിങ്ങൾ കേൾക്ക്. മറുപടി പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. ബഹളം വെച്ചതുകൊണ്ടൊന്നും മറുപടി പറയാതിരിക്കില്ല കേട്ടോ. അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി. മറുപടി പറയാതിരിക്കുന്ന പ്രശ്നമില്ല. നീ നുള്ളിയത് ചെവിയാടാ. ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ഇരിക്കട്ടൊരു വെയിറ്റിന്. ഞങ്ങൾ ആരാണെന്ന് ഒറ്റടത്തിനും അറിയില്ല. കട്ടക്കട്ടക്കണ്ടേ ഇറങ്ങി വാടാ. അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. പോയിട്ട് വേറെ പണി നോക്കില്ല. സർ, ഇന്ന് കാലത്ത് ഇവിടെ കണ്ടില്ലേ വലിയൊരു ബാനർ പിടിച്ചുകൊണ്ട് നടത്തിയ സമരം? ആർക്കു വേണ്ടിയായിരുന്നു അത്? ആ ബാനർ എന്തുകൊണ്ട് അവരാരും ഇപ്പോൾ എടുത്തുയർത്തിയില്ല? സർ, ഞാൻ പറയുന്നു, ഗാലറിയിലുള്ള പ്രസ്സിനെ കണ്ടുകൊണ്ട് മാത്രം കൊണ്ടുവന്ന ബാനറായിരുന്നു അത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ ബാനർ അവർ താഴെയിട്ടു. പിന്നെ അത് എടുത്തു പൊക്കാനുള്ള ശേഷി അവരുടെ കൈക്കുണ്ടായില്ല. ഇതാണോ സർ സമരമുറ? ഇതാണോ സർ സാധാരണ രീതിയിൽ കാണിക്കേണ്ടത്? മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നയാൾ എങ്ങനെ പെരുമാറണം എന്ന് ആര് എപ്പോൾ പറഞ്ഞു? സമരം ചെയ്യാനുള്ള അവകാശം കോൺഗ്രസുകാർ ഏറ്റെടുത്താൽ അത് മുഖ്യമന്ത്രിക്ക് സഹിക്കുമോ? അതുകൊണ്ട് ചോദ്യോത്തരവേളയിൽ പണ്ട് ശിവൻകുട്ടിയും കൂട്ടരും പ്ലക്കാർഡും ബാനറുകളുമായി വരുന്ന വരവുകളുണ്ടല്ലോ, അതും പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ കോൺഗ്രസുകാരുടെ ഈ കാണിച്ചുകൂട്ടലെല്ലാം ചാനലുകാർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. ഇന്ന് കാലത്ത് ഇവിടെ കണ്ടില്ലേ വലിയൊരു ബാനർ പിടിച്ചുകൊണ്ട് നടത്തിയ സമരം? ആർക്കു വേണ്ടിയായിരുന്നു അത്? ആ ബാനർ എന്തുകൊണ്ട് അവരാരും ഇപ്പോൾ എടുത്തുയർത്തിയില്ല? സർ, ഞാൻ പറയുന്നു, ഗാലറിയിലുള്ള പ്രസ്സിനെ കണ്ടുകൊണ്ട് മാത്രം കൊണ്ടുവന്ന ബാനറായിരുന്നു അത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ ബാനർ അവർ താഴെയിട്ടു. പിന്നെ അത് എടുത്തു പൊക്കാനുള്ള ശേഷി അവരുടെ കൈക്കുണ്ടായില്ല. ഇതാണോ സർ സമരമുറ? ഇതാണോ സർ സാധാരണ രീതിയിൽ കാണിക്കേണ്ടത്? ഈ പരിഹാസം കേട്ടാൽ ആരായാലും ചൂടാകും. അതുകൊണ്ട് രമേശ് ചെന്നിത്തല കാര്യമായി തന്നെ രംഗത്തിറങ്ങി. മുഖ്യമന്ത്രിക്കെതിരെ വാളെടുത്ത് ഉറഞ്ഞു തുള്ളി. പിണറായിയുടെ സുഹൃത്താണ്, ഒത്തുതീർപ്പ് പ്രതിപക്ഷ നേതാവാണ് എന്ന ദുഷ്പേരെല്ലാം മാറ്റാനുള്ള അടവുമായിരുന്നു ഇന്നത്തെ അംഗം. UDFക്കാർ പോലും അന്തിച്ചുപോയി. പിണറായിയെ തൊടാൻ പേടിച്ചിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി പോലും സ്വയം ചോദിച്ചു, ഇതെന്ത് കണ്ടിട്ടാണ് ചെന്നിത്തലയെ എന്ന്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പിൻവലിക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാവൻ? വിളിക്കാലോ. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. സാർ, ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട്. സംസാരിക്കും. മിസ്റ്റർ പിണറായി വിജയൻ തെരുവിൽ സംസാരിക്കുന്ന പോലെ ഇവിടെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുന്നതിന് ചില ഭാഷയുണ്ട് സാർ. വളരെ മഹാന്മാരായ ആളുകൾ ഇരുന്നൊരു കസേരയിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടാകണം. സാർ, അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിലും പൊതുനിരത്തിലും പറയുന്ന ഭാഷ നിയമസഭയിൽ പറയാൻ പാടില്ല സാർ. നീ പകപോക്കുകയാണല്ലേടാ. പകയല്ല, അറപ്പാണ് എനിക്ക് എന്റെ ജീവിതം. സാർ, മുഖ്യമന്ത്രി ഇത്ര തരം താഴാൻ പാടില്ല. അദ്ദേഹത്തിന് നിലവാരം ഉണ്ടാകണം. പ്രതിപക്ഷം ചില കാര്യങ്ങൾ ഉന്നയിക്കും. ആ ഉന്നയിക്കുന്ന കാര്യങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. സാർ, സമരക്കാരെ വാടകക്കാരെന്ന് പറയുന്നത് ശരിയാണോ സാർ? വളരെ മോശമായി പോയി. അങ്ങയിരിക്കുന്ന കസേരയ്ക്ക് ചേർന്ന നടപടിയല്ല. പിണറായി വിജയൻ ചിലപ്പോൾ ചേർന്നിരിക്കാം. അങ്ങയിരിക്കുന്ന കസേരയ്ക്ക് ചേർന്ന നടപടിയല്ല ഇത്. ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. ചെന്നിത്തലയുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. അത് സുധീരൻ വഴി തുടരും. ഇടവേളയ്ക്ക് ശേഷം. സമരം വിമോചന സമരം, സമരം വിമോചനത്തിൻ സമരഭേരികൾ വീണ്ടും വീണ്ടും മുഴങ്ങി.
സ്വന്തം ബന്ധം എന്നൊക്കെ പറയുന്നതിന് നോമ്പ് കരത്തിൽ പൊങ്ങും കണ്ടു നിൽക്കാനാവില്ല. എന്റെ അടിയിൽ പ്രധാനമുണ്ടല്ലോ എനിക്ക് തോന്നുന്നു.